അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ദിവസം ജനുവരി 22-ാം തീയതി കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി വിജയ ദിവസമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി ആ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. മധ്യപ്രദേശിലെ കോൺഗ്രസ് പാർട്ടി ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം വിപുലമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായി ദേശീയ ചാനലുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ആഘോഷമാണ് ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്? കേരളത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി തീരുമാനിച്ചിട്ടുണ്ടോ? ഉത്തർപ്രദേശിലും കർണാടകയിലും മധ്യപ്രദേശിലുമുള്ള കോൺഗ്രസ് പാർട്ടി തന്നെയാണോ കേരളത്തിലുള്ളത്? കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലാണ്. വയനാട്ടിൽ നിന്നുള്ള MP-യാണ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളം, സ്വന്തം പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നത്? ഹിന്ദുക്കളുടെ വികാരങ്ങളോട് കോൺഗ്രസിന് യാതൊരു പ്രതിപത്തിയുമില്ലേ? ഹിന്ദു സെൻറ്റിമെൻസിനെ കോൺഗ്രസ് അവഗണിക്കുകയാണോ? KC വേണുഗോപാലാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ശ്രീരാമ ജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണോ? കോൺഗ്രസ് പാർട്ടിയിലെ ദേശാഭിമാനികളായിട്ടുള്ള പ്രവർത്തകർക്ക്, കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് ഇതിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ കേരളത്തിൽ ഉണ്ടാവുമോ? എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സെൻറ്റിമെൻസിനെ കോൺഗ്രസ് ഇവിടെ മാത്രം അവഗണിക്കുന്നത്? മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ടാണോ? അതല്ല നിരോധിത സംഘടനയായിട്ടുള്ള PFIയുടെ വിലക്ക് കാരണമാണോ? അതല്ല സമസ്ത ഉൾപ്പെടെയുള്ള മറ്റ് പല മതസംഘടനകളുടെയും വിലക്ക് കാരണമാണോ? ഇത് വ്യക്തമാക്കാൻ VD സതീശൻ തയ്യാറാവണം, KC വേണുഗോപാൽ തയ്യാറാവണം, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സുധാകരൻ തയ്യാറാവണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കോൺഗ്രസ് എടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹിപ്പോക്രസി കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആരുടെ സമ്മർദ്ദത്തിനാണ് വഴങ്ങുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കാരണമായി അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല? വോട്ട് ബാങ്കിന് ഇത്രയും ഭയമാണോ? എന്തെങ്കിലും സമ്മർദ്ദം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ആരിൽ നിന്നെങ്കിലും ഉണ്ടോ? മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങൾ ശ്രീരാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടനത്തിൽ ആര് പങ്കെടുക്കുന്നതിനും എതിരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്? ഏത് എലിമെൻസിനോടാണ് കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിപത്തി ഉണ്ടാവാൻ കാരണം? എന്താണ് ആരെയാണ് ഭയപ്പെടുന്നത്? മുസ്ലിം ലീഗ് മനസ്സോടെയാണെങ്കിലും ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണോ? മറ്റ് തീവ്ര മതസംഘടനകളെയാണോ? വ്യക്തമാക്കാതെ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കർണാടകയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു അഴകുഴമ്പൻ നിലപാട് ഇവിടെ വരുന്നത്, ഒരു വഴുവഴുപ്പൻ നിലപാട് വരുന്നത്? കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഈ കാര്യം ഞങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെന്തായാലും കേരളത്തിൽ അന്നേ ദിവസം വിശ്വാസി സമൂഹത്തിനോടൊപ്പം ഉറച്ചു നിന്ന്
അവരുടെ ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.